ഹായ് ഹലോ വെൽക്കം ടു അനുപമാസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് വറുത്തരയ്ക്കാതെ തന്നെ വറുത്തരച്ച രീതിയിൽ എങ്ങനെ മീൻകറി തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണിന്ന്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അയിലയും ചൂര അങ്ങനെയുള്ള മീനും വങ്കട അതുപോലുള്ള മീനുകൾ എല്ലാവരും തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തേങ്ങ വറക്കുന്ന സമയമൊക്കെ ചിലപ്പം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തേങ്ങയൊന്നും വറുത്തരച്ച് വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമുക്ക് അതുപോലെ ആ രുചി കിട്ടത്തക്കോണം നമുക്ക് വറുത്തരയ്ക്കുന്ന രീതിയിൽ നമുക്ക് മീൻകറി വെക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നൊരു ചെറിയ അയില കുഞ്ഞുങ്ങൾ 7-8 അയില കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഗ്രേവി മീൻ കറിയോടൊപ്പം ഇടാനായിട്ട് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇനി കുറച്ച് തോട്ടുപുളി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. മീൻ കറി ആവശ്യമായിട്ടുള്ള പുളിക്ക് വേണ്ടിയിട്ടുള്ള തോട്ടുപുളി വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്കതിൻ്റെ ചേരുവയായിട്ട് ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ ചിരകിയത്. ഇത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുറി തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം അതിനുള്ള ഗ്രേവി മതിയാണ്. അപ്പോൾ ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങ എടുക്കാം. അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. 2-3 ചെറിയ ഉള്ളി. അപ്പോൾ ഇത്രയാണ് ഇതിനാവശ്യമായിട്ട് നമുക്ക് അരയ്ക്കാൻ വേണ്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ ചുമന്ന് വരുന്ന രീതിയിൽ നമുക്ക് ഗ്രേവി നല്ല വറുത്തരച്ച രൂപത്തിലിരിക്കുന്ന ആ ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ടീസ്പൂണിന് 2-2.5 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 2.5 സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ചൂടാക്കി ഒന്ന് കളർ കൊണ്ടുവരണം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് വേണം നമുക്ക് ഗ്രേവി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇത് നല്ലതുപോലെ ചൂടാക്കി നല്ല മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. ഇതിനോടൊപ്പം പച്ചത്തേങ്ങ കൂടെ അരച്ചാൽ മതിയാവും. ഇതിനോട് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഗ്രേവി തയ്യാറാക്കുമ്പോൾ നമുക്കത് ചേർക്കാനായിട്ട് സാധിക്കും. തീ കുറച്ചിട്ടതിന് ശേഷം അതൊന്ന് നല്ല കളറാക്കി എടുക്കണം. അതിലേക്ക് തന്നെ നമുക്ക് കുഞ്ഞൻ അതിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പിന്നെ പെട്ടെന്ന് റെഡിയാക്കും. അല്ലാതെ വറുത്തരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത്രയും ടൈം എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നായിട്ട് ഇത് ചെയ്യുമ്പോൾ ഇതൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഇരുന്നതാണ്. പക്ഷേ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് വരുമ്പം വീഡിയോ പലപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. ആക്റ്റീവായി വരുമ്പോൾ പല സമയങ്ങളിലും പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നുണ്ട്. ബുദ്ധിമുട്ടുകളും മറ്റുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയൊക്കെ ആയി വരുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എങ്കിലും യാത്രകളൊക്കെ വരുമ്പോൾ നല്ല നല്ല വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ചെറു തീയിൽ അതിൻ്റെ ഒരു ബ്രൗൺ കളർ വരുന്ന പോലെ നമുക്കിത് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. അതുപോലെ ഇത് ചുമന്ന ബ്രൗൺ കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ചേരുവകളെല്ലാം ചേർക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കളർ നമുക്ക് കിട്ടും അരപ്പിന്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അരച്ചതിന് ശേഷം നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അതിനാവശ്യമായ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതെല്ലാം ഗ്രേവിയെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പെല്ലാം ചേർത്ത് ഇതെല്ലാം ഗ്രേവി എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ സ്റ്റവിൽ കറി തിളച്ചതിന് ശേഷം കാണാം. നമ്മുടെ മീൻകറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തൊഴിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ സാധാരണയായിട്ട് അങ്ങനെ കടുക് വറുത്തൊഴിക്കുന്നതിനോട് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മതി, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചതിന് ശേഷം കടുക് വറുത്തൊഴിക്കുന്നത് കറിയെല്ലാം പാകപ്പെട്ടതിന് ശേഷം കടുക് വറുക്കുന്നവർ അങ്ങനെ ചെയ്താൽ മതി. ഇതങ്ങനെയല്ല. നമുക്ക് ആ കടുക് വറുത്തൊഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടി ഇത് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിയും തിളച്ചതിന് ശേഷം നമ്മൾ പിന്നെ തീ സിമ്മിലിടണം. സിമ്മിൽ തീ ഇട്ട് നമ്മൾ കറി ഒന്ന് വറ്റിച്ച് നമ്മളതിൻ്റെ കറക്റ്റ് പരുവമാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് കറി ഒന്ന് വറ്റി വന്നതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ മീൻകറി? വറുത്തരച്ചതുപോലെ അടിപൊളി സെറ്റായില്ലേ? അപ്പോൾ കടുക് വറുത്ത് ഇനി വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഇത് വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചതുകൊണ്ട് ഇനി നമുക്ക് കടുക് വറുത്ത എണ്ണ കൂടി പോവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കടുക് വറക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് വറ്റി വന്നതിന് ശേഷം കടുക് വറുത്ത് താളിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ഫിഷ് കറി ഇവിടെ നല്ല അയല മീനാണിത്. അപ്പോൾ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ വറക്കാതെ പെട്ടെന്ന് എങ്ങനെ കറി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് വറുത്തരച്ച കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ.